ത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഉപദേശിക്കഥ പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. എല്ലാം ഉള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളും സമൃദ്ധിയും എല്ലാം ഉള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. പക്ഷേ ആ രാജാവിന് ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നു അറിയോ? നിങ്ങൾക്കൊരു കേട്ടിട്ടുള്ള കഥയായിരിക്കാം, ഒരു ഉപദേശിക്കഥയാണ്. ആ രാജാവിന് ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നേ ഉള്ളൂ. ആ പ്രശ്നം എന്ന് പറയുന്നത് സന്തോഷമില്ല. സന്തോഷമില്ല എന്നുള്ളതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ഈ രാജാവിൻ്റെ പ്രശ്നം. അപ്പോൾ പരിഹാരം എന്താണെന്ന് അറിയാനായിട്ട് രാജാവ്, നമുക്കറിയാലോ, രാജസദസ്സിൽ, രാജഭരണം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ രാജസദസ്സിലെ പണ്ഡിതന്മാരോട് ഇതിന് സൊല്യൂഷൻ എന്താണെന്നുള്ളത് അന്വേഷിച്ചു. അപ്പോൾ പലരും പല നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ അതിൽ ഒരു വിദ്വാൻ പറഞ്ഞ സൊല്യൂഷൻ രാജാവിന് ഇഷ്ടപ്പെട്ടു. ആ സൊല്യൂഷൻ എന്താണെന്ന് അറിയാമോ? സന്തോഷമുള്ള, രാജാവിൻ്റെ രാജ്യത്തിലെ സന്തോഷമുള്ള വ്യക്തിയുടെ ഷർട്ട് ഇട്ട് ഒരാഴ്ച കിടന്നാൽ പ്രശ്നം തീരും. രാജാവിൻ്റെ പ്രശ്നം തീരും. അപ്പൊ രാജാവിന് ഈ സൊല്യൂഷൻ ഇഷ്ടപ്പെട്ടു. രാജാവ് പറഞ്ഞു, വേഗം തന്നെ നമ്മുടെ രാജ്യത്തിലെ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയെ തെരഞ്ഞു പിടിക്കാനായിട്ട് ഉത്തരവിട്ടു. ഭടന്മാർ രാജ്യമൊട്ടാകെ സഞ്ചരിച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരാളെ കണ്ടുമുട്ടിയത്. വളരെ സന്തോഷമുള്ള ഒരാളാണ്. പക്ഷേ ആൾക്കുള്ളൊരു പ്രശ്നം എന്തായിരുന്നു അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുള്ള കഥ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൾക്കുള്ള പ്രശ്നം എന്തായിരുന്നു അറിയാമോ? ഷർട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് പറയാൻ കാരണം, ഈ രാജാവിന് ബാഹ്യമായിട്ട് എല്ലാം ഉണ്ട്, പക്ഷേ ആന്തരികമായിട്ട് ചിലതില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാഹ്യമായ കാര്യങ്ങളിലല്ല, ഹൃദയനിലയിലാണ് പ്രാധാന്യം എന്നാണ് ആ കഥ നമ്മെ ഓർപ്പിക്കുന്നത്. ഇന്ന് ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നേരത്തെ പ്രിയ ബിജു ബ്രദറൊക്കെ പറഞ്ഞതുപോലെ ബാഹ്യമായ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിരുന്നു. പക്ഷേ ബാഹ്യമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ ആന്തരികമായ നിലയിൽ വലിയ അസ്വസ്ഥത എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അത് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടതിന് ശേഷം നമുക്കറിയാം, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ്. പാപമുള്ളത് കൊണ്ട് അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മുഖാന്തരം ആ പാപം എന്ന പ്രശ്നം ഒരുവന് പരിഹരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൃപയാൽ വർഷങ്ങൾക്ക് മുൻപ് അത് പരിഹരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ കാലങ്ങളിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അതിലൊരു പ്രോഗ്രസ്, വചനം പറയുന്നത് പോലെയുള്ള സമൃദ്ധമായ ഒരു ജീവിതത്തിൻ്റെ അനുഭവം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിൽ ഞാൻ ഒരു അർത്ഥത്തിൽ നിരാശനായിരുന്നു. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ദിനംതോറും ഞാൻ ദൈവവചനം മുടങ്ങാതെ വായിക്കുമായിരുന്നു. ദിനംതോറും ക്വൈറ്റ് ടൈം എടുക്കുമായിരുന്നു. കാരണം ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു പരിശീലനം കിട്ടിയത് കൊണ്ട് ദൈവവചനത്തിന്റെ പ്രാധാന്യമൊക്കെ അറിയുമായിരുന്നു. പാപങ്ങളൊക്കെ ഏറ്റു പറയണം, പാപത്തിൽ തുടരരുത് എന്നൊക്കെ ഉണ്ടെങ്കിലും വാസ്തവമായി സന്തോഷം, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയനില അത്ര അങ്ങോട്ട് ശരിയായിരിക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെയാണ് പിന്നെ ഈ വചനത്തിൽ പറയുന്ന എപ്പോഴും സന്തോഷിക്കുന്ന ക്രിസ്തീയ ജീവിതം, ഒന്നിനെ കുറിച്ച് ആകുലപ്പെടാത്ത ജീവിതം, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ എന്നൊരു തോന്നൽ എന്നെ ഭരിച്ചിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വിശ്വാസത്തിൽ തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില സത്യങ്ങളിലേക്ക് തിരുവെഴുത്തുകൾ എന്നെ നയിക്കാനിടയായിട്ട് തീർന്നത്. നമുക്കറിയാം, നമ്മെ സകല സത്യത്തിലും വഴി നടത്താനായിട്ട് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. ആ ദൈവം നൽകിയ തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അവൻ നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. ശരിയായൊരു ആഗ്രഹം ഉണ്ടായാൽ മാത്രം മതി. അത് എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി. അങ്ങനെ എന്നെ സഹായിച്ച ചില സത്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കിട്ട് ഞാൻ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ ഹൃദയനില ശരിയായി ദൈവം മുമ്പാകെ സൂക്ഷിച്ച് ജീവിക്കാനായിട്ട് ഞാൻ പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുന്ന ചില സത്യങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കിടുന്നത്. ഇത് വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതിനാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരുന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ പ്രാവർത്തികമാക്കി തുടങ്ങിയപ്പോൾ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാൻ ഇടയായിട്ട് തീർന്നു. എന്ന് വെച്ചാൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ല എന്നുള്ളതല്ല, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. അത് തൊഴിലിടങ്ങളിലായാലും സഭാജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും ഒക്കെ സ്ട്രഗിളുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ ആത്മീക സന്തോഷം അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ വിലയിരുത്തുന്നത് ഞാനൊരു LKG ലെവലേ ആയിട്ടുള്ളൂ. ഈ സത്യങ്ങൾ പ്രായോഗികമാക്കുന്നതിൽ ഒരു LKG കാലഘട്ടമേ പിന്നിടുന്നുള്ളൂ. അപ്പോഴും അതിൻ്റെ വ്യത്യാസം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളുകൾ കഴിയും തോറും ഇതിൽ വർദ്ധിച്ചു വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിനായിട്ട് ഞാൻ ഒന്നാമത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു എഴുത്തുകാരൻ്റെ ചോദ്യമാണ്. അതാണ് ഒന്നാമത്തെ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം. ആ ചോദ്യം ഞാൻ ചോദിച്ചുകൊണ്ട് ആരംഭിക്കാം. നിങ്ങൾക്ക് ഉത്തരം അറിയായിരിക്കാം, നിങ്ങൾക്ക് പറയാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സന്തോഷമില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തീയ ജീവിതത്തിന്റെ ആൽഫബറ്റ്, അക്ഷരമാല എന്താണെന്ന് അറിയാമോ? വാട്ട് ഈസ് ദ ആൽഫബറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്? അങ്ങനെ കറക്റ്റായിട്ട് ബൈബിളിലൊന്നും ഇല്ല. ആ എഴുത്തുകാരൻ പറഞ്ഞ വാക്ക്, ആ എഴുതിയ വാക്ക് എന്നെ ആ സത്യത്തിലേക്ക് ചിന്തിച്ച്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തീയ ജീവിതത്തിന്റെ അക്ഷരമാല, നമുക്കറിയാലോ അക്ഷരമാല എന്ന് വെച്ചാൽ നമ്മൾ മലയാളം ബൈബിള് വായിക്കുന്നു. കുട്ടികൾ മനോഹരമായിട്ട് പാട്ടുകൾ പാടി, അപ്പൊ അവര് അക്ഷരം പഠിച്ചു, അത് വായിക്കാൻ, അത് പാടാനൊക്കെ അവർ പഠിച്ചു. അപ്പൊ എല്ലാത്തിന്റെ അടിസ്ഥാനം ഒരു അക്ഷരമാലയാണ്, ഒരു ഭാഷ പഠിക്കാനായിട്ടുള്ളതിന്റെ. അപ്പോ ക്രിസ്തീയ ജീവിതത്തിന്റെയും ആൽഫബറ്റ്, അക്ഷരമാല അറിയാമോ? കുഞ്ഞുങ്ങൾക്കാണ് ആദ്യത്തെ ചാൻസ്. പറയാൻ പറ്റുമോ? ക്രിസ്തീയ ജീവിതത്തിന്റെ അക്ഷരമാല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, മുതിർന്നവർക്ക് ശരി. സങ്കീർത്തനം 111:11 ആർക്കെങ്കിലും വായിക്കാമോ? സങ്കീർത്തനം 111:11. ഓക്കെ, താങ്ക് യു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. നമുക്ക് വിവിധങ്ങളായ തർജ്ജമകൾ അവൈലബിൾ ആണ്, ട്രാൻസ്ലേഷൻസ്. അതിലൊരു തർജ്ജിമയാണ് ലിവിങ് ബൈബിൾ എന്ന് പറയുന്നത്. ലിവിങ് ബൈബിൾ എന്ന് പറയുന്നത് എക്സാക്ട് തർജ്ജിമയൊന്നും അല്ല, എന്നാൽ അതിൻ്റെ ഒരു പാരാഫ്രൈസ് വേർഷനാണ്. ആശയം വ്യക്തമാക്കാനായിട്ട് ലളിതമായിട്ടുള്ള ഒരു ബൈബിൾ തർജ്ജമയാണ്. അപ്പൊ അതിൽ പറയുന്നത് ഈ യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്നുള്ളതിന് ആൽഫബറ്റ് എന്നുള്ള പ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നാം പഠിക്കേണ്ട, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യ പാഠം എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ യഹോവ ഭക്തിയാണ്. എന്താ യഹോവ ഭക്തി എന്ന് വെച്ചാൽ? ഇംഗ്ലീഷിൽ നമുക്കറിയാം ഫിയർ ഓഫ് ഗോഡ് എന്നാണ്. അപ്പോൾ ഫിയർ ഓഫ് ഗോഡ് എന്ന് വെച്ചാൽ ദൈവഭയം. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിന്റെ അക്ഷരമാല, ആദ്യം പഠിക്കേണ്ട പാഠം ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ്. ഒരു എഴുത്തുകാരൻ പറഞ്ഞ ആശയം ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം എത്ര പുസ്തകം മനുഷ്യന് വേണ്ടി എഴുതി തന്നിട്ടുണ്ട്? മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം എത്ര പുസ്തകം എഴുതി തന്നിട്ടുണ്ട്? ഒരൊറ്റ പുസ്തകം എഴുതി തന്നിട്ടുള്ളൂ. അതാണ് നമ്മുടെ കൈകളിലുള്ള ബൈബിൾ എന്ന്. അങ്ങനെ ദൈവം ഒരു പുസ്തകം എഴുതാനായിട്ട് ആരംഭിച്ചപ്പോൾ ആദ്യമായിട്ട് എഴുതിയത് എന്ത് വിഷയ, ആരെ കുറിച്ചറിയാമോ? ഞാനിവിടെ വന്നപ്പോൾ ഒരു പുസ്തകം കണ്ടു. ആരെ കുറിച്ചാണെന്നറിയോ? ഏത് പുസ്തകം ആദ്യമായിട്ട് എഴുതിയതെന്നാണ് വേദപണ്ഡിതർ പറയുന്നത്? ഏറ്റവും ആദ്യം ബൈബിളിൽ എഴുതിയ പുസ്തകം നിങ്ങൾക്കറിയാം അല്ലേ? ഇതെവിടെ ഉണ്ട് ആ പുസ്തകം? ഞങ്ങൾ വന്നപ്പോൾ കണ്ടതാണ്, ഇയ്യോബ്. ഈ ഇയ്യോബിന്റെ പുസ്തകമാണ് ആദ്യത്തെ പുസ്തകം. അപ്പൊ ബൈബിൾ ദൈവം മനുഷ്യന് നൽകിയ ഒരേ ഒരു പുസ്തകമാണ്. അപ്പൊ ദൈവം എഴുതിയ ആദ്യത്തെ പുസ്തകം, ഒരൊറ്റ പുസ്തകം മനുഷ്യന് നൽകാനായിട്ട് ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം എഴുതാനായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതമാണ് തിരഞ്ഞെടുത്തത്. അതില് ആ 1-ാം അധ്യായത്തിൽ നമ്മൾ എടുത്ത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം ആദ്യത്തെ വരികളിൽ തന്നെ
എന്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? എന്തിനെ കുറിച്ചാ? ഈ ഈ ദൈവത്തെ ഭയപ്പെട്ട ഇയ്യോബിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ഈ സത്യം എനിക്ക് മനസ്സിലാക്കി പ്രകാശനം ലഭിച്ചപ്പോൾ ദൈവം ഒരൊറ്റ പുസ്തകം എനിക്ക് തന്നിട്ടുള്ളൂ. ആ പുസ്തകം എഴുതാനായിട്ട് തൻ്റെ തൂലിക ചലിപ്പിച്ചപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് തന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ചാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനിടയായിട്ട് തീർന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെട്ട് ഓരോ ദിവസവും ജീവിക്കുക എന്നുള്ളത് നാം ശീലിക്കേണ്ട, ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ന്യായമായിട്ടൊരു ചോദ്യം നിങ്ങൾക്ക് വരും, എന്തായി ദൈവഭയം, എന്തായി ദൈവഭക്തി എന്ന് പറയുന്നത്? നമുക്കറിയാം, സ്നേഹത്തോടു കൂടിയ ഒരു ആദരവാണ്. ഞാനത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഇന്ന് എൻ്റെ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിന് വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യാൻ ഇടവരരുത്. ആ ഒരു ബോധ്യത്തിൽ ജീവിക്കുക, അതാണ് ദൈവഭയം. ഞാൻ ആ വേർഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പല ഡെഫിനിഷൻസ് നമുക്ക് ദൈവഭയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഇതാണ്. ദൈവമേ, നമ്മുടെ പ്രഭാതത്തിലെ പ്രാരംഭ പ്രാർത്ഥനാ വാചകങ്ങളിൽ ഒന്നാണ്, ഇന്ന് പകൽക്കാലം അങ്ങയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതൊന്നും ചെയ്യാൻ എനിക്കിടയാകരുത്. ഇത് പ്രാക്ടീസ് ചെയ്യുക ഡെയിലി. അപ്പൊ ഞാൻ ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം അനുഭവമാകാനായിട്ട് കൂടുതലായിട്ട് എന്നെ സഹായിച്ച ഒരു സത്യമാണ് ഇത്. അത് കൂടുതൽ വെളിച്ചം നൽകിയത് ദൈവം ഒരൊറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ. ആ പുസ്തകം എഴുതുമ്പോൾ ആദ്യം പരാമർശിച്ചത് തന്നെ ഭയപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തെ പരാമർശിച്ചുകൊണ്ടാണ്. അപ്പൊ അതിൽ നിന്ന് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താ ദൈവഭയം എന്ന് പറയുന്നത്? ദൈവം എന്നെ കാണുന്നുണ്ട്, അവന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഡെയിലി ജീവിക്കാനായിട്ട് നിങ്ങൾ സാധിച്ചാൽ വളരെ സന്തോഷകരമായ ഉള്ളിൽ ആനന്ദം അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു പാഠം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥമായി ദൈവത്തെ ഭയപ്പെടുക. ദൈവഭയം എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. രണ്ടാമത് അടുത്തൊരു ചോദ്യമാണ്, എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കുമോ? എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കും? മനുഷ്യന് എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കുമോ? ഉത്തരം എന്താ? അത് വേഗത്തിൽ പറയാൻ പറ്റും, നമുക്കൊക്കെ പറയാൻ പറ്റും അല്ലേ? ചിരിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് പറയാം ഇല്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കുമോ? അത് നമുക്കറിയാം, 100% സാധിക്കും. അടുത്ത ചോദ്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇത് എന്നോട് ചോദിച്ച ചോദ്യങ്ങളെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞേട്ടാ. അപ്പൊ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സങ്കീർത്തനം 16 വായിച്ചു. സങ്കീർത്തനം 16 ഒന്ന് പോകാം. സങ്കീർത്തനം 16 ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ്. എന്നാൽ ഞാനത് പ്രായോഗികമാക്കാൻ ശ്രമിച്ചപ്പോൾ ഒത്തിരി മാറ്റം ആന്തരികമായി എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. സങ്കീർത്തനം 16:9 വായിക്കാൻ പറ്റുമോ? സങ്കീർത്തനം 16:9. ഓക്കെ, താങ്ക് യു. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു. അപ്പൊ നമുക്കറിയാം therefore, അതുകൊണ്ട്. അപ്പൊ ഏതുകൊണ്ടാ? ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കാലോ. അതുകൊണ്ട് ഹൃദയം സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ ഏതുകൊണ്ടാ? അപ്പൊ തൊട്ട് മുകളിൽ ഉത്തരം കണ്ടെത്താൻ സാധിച്ചു. 8ാമത്തെ വാക്യം. 8ാമത്തെ വാക്യം വായിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ദാവീദ് തന്നെ അതിന്റെ ഉത്തരം പറയാണ്. എന്തുകൊണ്ടാണ് 100% നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ സന്തോഷിക്കാൻ സാധിക്കാത്തത്? ഉത്തരം ഇതാണ്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കും. എന്താ അതിന്റെ അർത്ഥം? അതാണ് രണ്ടാമത്തെ ഞാൻ പഠിച്ച പാഠം. യഥാർത്ഥമായി ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക, ആ ദൈവ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കുക. അതായത് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നൊരു കർത്താവ് ഇപ്പോൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു വാചകം ഇതാണ്, കർത്താവ് നീ എൻ്റെ അടുത്തുണ്ട്. സ്തോത്രം. കർത്താവ് ഒരു വ്യക്തിയായിട്ട് നമ്മുടെ അടുത്തുണ്ടെന്ന് സെൻസ് ചെയ്ത് ജീവിക്കുക. ഇതൊക്കെ നമ്മൾ എപ്പോഴും പാടുന്നതാണ്, അറിവുള്ളതാണ്, കാര്യങ്ങളാണ്. പക്ഷേ വാസ്തവമായി കർത്താവ് അടുത്തുണ്ടെന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ?
ഇവിടെ ദാവീദ് പറയുന്നത് അങ്ങനെയാണ്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചു, അതുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ സാധിച്ചു. അപ്പൊ ദൈവവചനത്തിനെ തെറ്റില്ല. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് തിരുവഴുത്ത് പറയുന്നുണ്ടെങ്കിൽ അത് സാധ്യമാണ്. അപ്പൊ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? കർത്താവിനെ എപ്പോഴും മുമ്പിൽ വെക്കുന്നില്ല. എന്ന് വെച്ചാൽ പ്രാക്ടീസിങ് ദ പ്രസൻസ് ഓഫ് ലവ്, ദൈവത്തിന്റെ സാന്നിധ്യത്തെ പ്രാക്ടീസ് ചെയ്യുന്നില്ല നമ്മൾ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, എപ്പോഴും അടുത്തുണ്ട് എന്നുള്ളത് നമ്മൾ ഭരിക്കുന്നില്ല. ഒരു ഉദാഹരണം, നമ്മൾ പാട്ട് പാടിയപ്പോൾ 2 പാട്ടും നമുക്ക് മനപ്പാടം അറിയാവുന്ന പാട്ടാണ്. ശരിക്കും നമ്മൾ കർത്താവ് അടുത്തുണ്ട് എന്നുള്ള സെൻസ് ചെയ്താണോ പാടിയത്, അതോ ഒരു യാന്ത്രികമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പാടുന്നു, അപ്പോൾ നമ്മൾ അങ്ങനെയാണോ പാടിയത്? ശരിക്കും ഉത്തരം പറയണ്ട, ഞാൻ എന്നെ പരിശോധിക്കാനായിട്ട് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. ശരിക്കും ഞാൻ പലപ്പോഴും പാടുമ്പോൾ അങ്ങനെയല്ല. കാരണം ഇതൊക്കെ എത്ര ചെറുപ്പം തൊട്ട് വീട്ടിൽ കേൾക്കുന്നതാണ്, നമ്മൾ പാടുന്നതാണ്. അപ്പൊ ഇങ്ങനെ പാടിപ്പോവാണ്. ശരിക്കും അതില് അർത്ഥം ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ അർത്ഥം ഉൾക്കൊള്ളും, ചിലപ്പോ എപ്പോഴും കർത്താവ് അടുത്തുണ്ട് എന്നുള്ളൊരു ഫീല്, കർത്താവിൽ അവന് വേണ്ടി ഞാൻ പാടുന്നത് എന്നുള്ളതൊന്നും ശരിക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കർത്താവ് അടുത്തുണ്ട് എന്നുള്ള സെൻസ് ചെയ്തിട്ടാണ് പാടുന്നത്. കർത്താവ് അടുത്തുണ്ട്, അത് അങ്ങനെയാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ജീവിതത്തിന് മാറ്റം വരുത്തും. നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? മുതിർന്ന ദേവദാസന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്യാത്തവരായിട്ടുണ്ടോ? ഇപ്പൊ സ്നാനത്തിനൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചവരുണ്ടെന്ന് ഞാൻ കേട്ടു. നിങ്ങൾ അങ്ങനെ ഡെയിലി നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ, നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് കർത്താവുണ്ട്, കർത്താവ് അങ്ങനെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇതൊരു തിയറി ആയിട്ട് നമുക്കറിയാം. ഒരിക്കലും ഒരു പ്രസംഗത്തിൽ കേട്ടത് എങ്ങനെയാണ്, നയാഗ്ര വെള്ളച്ചാട്ടം. ആ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ ഒരു ചരട് കെട്ടി, കമ്പി കെട്ടിയിട്ട് ഒരു വ്യക്തി അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. അത് കഴിഞ്ഞൊരു വീപ്പ വെച്ച് അതിൽ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്നു. എന്നിട്ട് ചോദിച്ചു, ഒരാളെ എടുത്തുകൊണ്ട് അങ്ങോട്ട് നടന്ന് പോകാൻ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് കേൾവിക്കാരോട് ചോദിച്ചു. അപ്പൊ കേൾവിക്കാർ പറഞ്ഞു, സാധിക്കും, താങ്കൾക്ക് സാധിക്കും. കാരണം ഞാനൂടെ താങ്കൾ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ഞങ്ങൾ കണ്ടതാ, ഒരു വീപ്പയിലൂടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ കണ്ടതാ. അങ്ങനെയുള്ള വ്യക്തിയായ താങ്കൾക്ക് തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ ചുമന്നുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കുമെന്ന് അറിയാമെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം അദ്ദേഹത്തിന്റെ ഇതായിരുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആര് വരും എൻ്റെ കൂടെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാനായിട്ട് ആര് തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ആരും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെയാണ് ഈ സത്യത്തോടുള്ള ഭൂരിഭാഗം വിശ്വാസികളുടെ പ്രതികരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെങ്ങനെ വിശ്വസിക്കുന്നു ചോദിച്ചാൽ, മുൻപ് ഞാൻ അങ്ങനെയായിരുന്നു. കാരണം കർത്താവ് കൂടെയുണ്ട് എന്ന് നമ്മൾ പറയും, യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര മോദാണ്, അങ്ങനെയൊക്കെ നമ്മൾ പാടും. പക്ഷെ ശരിക്കും അത് സെൻസ് ചെയ്യാൻ കർത്താവ് ഒരു പേഴ്സണായിട്ട് എൻ്റെ അടുത്തുണ്ട്, അത് സെൻസ് ചെയ്യുന്നത് വളരെ കുറച്ച് പേര് മാത്രമാണ്. അങ്ങനെ നമ്മൾ സെൻസ് ചെയ്ത് ജീവിക്കുമ്പോൾ പൗലോസിനെ പോലെ നമുക്കും പറയാൻ പറ്റും, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ സത്യം എന്ന് പറയുന്നത്, അനുദിന ജീവിതത്തിൽ നമ്മൾ എവിടെയായാലും, സ്കൂളിലായാലും വീട്ടിലായാലും തൊഴിലിടങ്ങളിലായാലും വേലയിലായാലും ദൈവം എൻ്റെ അടുത്തുണ്ട് എന്ന് സെൻസ് ചെയ്ത് ജീവിക്കും. അങ്ങനെ സെൻസ് ചെയ്ത് ജീവിച്ചൊരു വ്യക്തിനെ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ സെൻസ് ബൈബിളിന്റെ പ്രാരംഭ പേജുകളിൽ തന്നെ, ആ പ്രാരംഭ പുസ്തകത്തിൽ തന്നെ നമുക്കത് കാണാം. അങ്ങനെ അടുത്തുണ്ടെന്ന് സെൻസ് ചെയ്ത് ജീവിച്ച വ്യക്തി. കുട്ടികൾക്ക് എന്തായാലും അറിയാം, അങ്ങനെ ദൈവം അടുത്തുണ്ടെന്ന് സെൻസ് ചെയ്ത് അതെങ്ങനെ മനസ്സിലാവുക? അവന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. യോസേഫ് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, യോസേഫും അത് സെൻസ് ചെയ്ത് ദൈവത്തോട് കൂടെ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്ന് വെച്ചാൽ ദൈവം അടുത്തുണ്ടെന്നുള്ള സെൻസ്. അതുകൊണ്ടാണ് യോസേഫിനെ പോത്തിഫറിന്റെ വീട്ടിൽ ജയിക്കാൻ സാധിച്ചത്. അതുപോലെ ചെന്നോടത്തൊക്കെയും സക്സസ് ആകാൻ, കൃതാർത്ഥനാകാൻ ഇടയായിട്ട് തീർന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാക്ടീസ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള രണ്ടാമത്തെ പ്രമാണമായിട്ട് ഞാൻ പാലിക്കുന്നത് ഇതാണ്: കർത്താവ് അടുത്തുണ്ട്, അവൻ അരികിലുണ്ടെന്ന് സെൻസ് ചെയ്ത് ജീവിക്കുക. അപ്പൊ നമുക്ക് ഒരുപാട് പാപങ്ങളിൽ നിന്ന് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കർത്താവ് അടുത്തുണ്ട്, അരികിലുണ്ട്. ഇത് കേവലം ഒരു തിയറി ആയിട്ടിരിക്കരുത്. നയാഗ്ര വെള്ളച്ചാട്ടം കണ്ട ആ വ്യക്തിയുടെ ആ സാഹസ പ്രകടനം കണ്ട് സന്തോഷിച്ചവരെ പോലെ അല്ല. അങ്ങനെയാണ് ഭൂരിഭാഗം സമയം ആയിരിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരം. പക്ഷേ നാം ധൈര്യമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഞാൻ വരാം എന്ന് പറയുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുപോലെ കർത്താവ് അടുത്തുണ്ട്, എൻ്റെ അരികിലുണ്ട്
എന്നുള്ളത് സെൻസ് ചെയ്ത് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ഉപദേശിക്കാരൻ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭാര്യയും ഭർത്താവും മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഭയങ്കര അടിപിടിയാണെന്ന് വിചാരിക്കുക. അടിപിടി, ഭയങ്കര കലഹമാണ്, കലഹം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉപദേശി ആ വീട് സന്ദർശിക്കാൻ വരുന്നത്. ഉപദേശി വന്നു, കോളിംഗ് ബെല്ല് അടിച്ചു. അപ്പോൾ ജനലയുടെ കർട്ടൺ ഇങ്ങനെ മാറ്റി നോക്കിയപ്പോൾ ഭാര്യ മനസ്സിലാക്കി ഉപദേശിയാണ്. അപ്പോൾ അതുവരെ ഉഗ്രവാദം പൗലോസിനെയും ബർന്നബാസിനെയും പോലെ നടത്തിയവർ ഉപദേശിയെ കണ്ടപ്പോഴേക്ക് സ്വിച്ച് ഇട്ട പോലെ അവരുടെ ആ കലഹം നിൽക്കാനിടയായിട്ട് തീർന്നു. എന്താ അതിന്റെ കാരണം? ഉപദേശിയോടുള്ള ബഹുമാനവും ഉപദേശിനെ കണ്ടപ്പോഴുള്ള ഒരു മാനുഷ്യ ഭയവുമാണ്. അപ്പൊ ഉപദേശി വരുന്നത് കണ്ടപ്പോൾ അവരുടെ ഉഗ്ര കോപം നിലച്ചു. ഞാൻ പറഞ്ഞത് ദൈവമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? കർത്താവ് എൻ്റെ അടുത്തുണ്ട്, അവൻ എന്നെ അറിയുന്നുണ്ട്, എന്നെ അത് സെൻസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ കലഹമുണ്ടാകുമോ? ഇത് ഞങ്ങൾ കുടുംബമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ വൈഫും ഞാനും ഞങ്ങളത് തീരുമാനമെടുത്തു. ചില വർഷങ്ങളായിട്ട് അത് പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘർഷങ്ങളില്ല. സംഘർഷങ്ങൾ വരും, കർത്താവ് അടുത്തുണ്ട്, കർത്താവ് അടുത്തുള്ളത് ഫീൽ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അത് പറയില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനു മുൻപ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വിശ്വാസമായി പരിണമിച്ചപ്പോഴാണ് കുടുംബജീവിതത്തിൽ മാറ്റം വന്നു. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ നമുക്ക് ന്യായമായിട്ടും പല കാര്യങ്ങൾ ലഭിക്കും. പക്ഷേ കർത്താവ് അടുത്തുണ്ട്, അതവന് യോജിച്ചതല്ല, നോ നോ നോ. അതുപോലെ തന്നെ ആകുല ചിന്തകളുണ്ട്. അപ്പോൾ കർത്താവ് അടുത്തുണ്ട്, ഓ സ്തോത്രം. ഇതിലൊക്കെ ഒരു LKG ലെവലാണ്. ഒരു 24 മണിക്കൂർ നമുക്കുണ്ട്. അതിൽ എത്ര ശതമാനം ഇത് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? 24 മണിക്കൂർ സാധിച്ചാൽ ഇതുപോലെ നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും, എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ പിശാചിന്റെ ഒരു പ്രവർത്തനം, ഈ സത്യമൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വിതയ്ക്കുന്നു. നമുക്കറിയാം, ഇവിടെ ക്ലാസ്സുകൾ അനേക ദേവദാസന്മാർ എടുത്തത് ക്ലാസ്സുകളൊക്കെ ഞാൻ യൂട്യൂബിൽ കാണാനിടയായിട്ട് തീർന്നു. അപ്പോൾ എത്ര മനോഹരമായ സത്യങ്ങളാണ് അവർ പറഞ്ഞു തന്നത്. പക്ഷെ ഇതൊക്കെ പിശാച് അവൻ ചെയ്യുന്ന ശുശ്രൂഷയിൽ വിശ്വസ്തനാണെന്ന് തോന്നുന്നു. അവനത് കൃത്യമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയും. അപ്പൊ അങ്ങനെ ഇത് എടുത്തു കളയുമ്പോൾ പിന്നെയും നിരാശയോടുകൂടെ വളരെ അസ്വസ്ഥരായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കും. പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവ് എൻ്റെ അടുത്തുണ്ട്, അവനെ കേൾക്കുന്നുണ്ട്, അവന് ചേർച്ചയില്ലാത്ത അവന് ചേർച്ചയില്ല, അങ്ങനെ സെൻസ് ചെയ്ത് ജീവിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ, പരസ്യമായ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കൂ. ചിലപ്പോഴൊക്കെ ഒരു ബൈബിൾ ക്ലാസ് പോലെയാണ് പ്രാർത്ഥനകളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർ ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നത്, ഓഡിയൻസിനോടാണോ, അതോ സ്വന്തം മനസാക്ഷിയോടാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ഞാൻ ജഡ്ജ് ചെയ്യുന്നതല്ല, ഞാൻ ഈ സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ പോലും നമ്മുടെ അടുത്തുള്ള കർത്താവിനോട് സംസാരിക്കുന്നതായി മാറുന്നില്ല എന്നുള്ളത് ഈ സത്യത്താൽ നാം പിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ്. ആരെല്ലാമാണോ എൻ്റെ അടുത്തുണ്ട് കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്, എന്നാൽ അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. ലോകാവസാനത്തോളം എല്ലാ തരത്തിലുള്ള നാളുകളിലും അവൻ നമ്മോട് കൂടെയുണ്ട്. ഇത് നാം യഥാർത്ഥമായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കും. ഞാൻ 2 പാഠം പറഞ്ഞു. ഒന്ന്, യഥാർത്ഥമായിട്ട് ദൈവത്തെ ഭയപ്പെടണം. അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒന്നും ദൈവം എനിക്ക് വേണ്ട. ഈ നിർബന്ധം നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ സന്തോഷം. ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. മാത്രം രണ്ടാമതായിട്ട് കർത്താവ് എൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് സെൻസ് ചെയ്ത് ജീവിക്കുക. അതെന്നെ ഒത്തിരി സഹായിച്ച ഒരു കുടുംബജീവിതത്തിൽ ഒത്തിരി വിജയം ലഭിക്കാനിടയായിട്ട് തീർന്നു. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലായാലും സഭാ ജീവിതത്തിലായാലും ഈ കാര്യത്തോട് നോ. കാരണം കർത്താവ് അടുത്തുണ്ട്. ഇതവന് പറ്റില്ല, അയ്യോ, യോജിച്ചു പോവുകയും. നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിലും തീർച്ചയായിട്ടും മാറ്റം വരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് അടുത്ത ചോദ്യം, കർത്താവ് ഡെയിലി ചെയ്യാൻ പറഞ്ഞ, ഇത് ഞാൻ പല സ്ഥലങ്ങളിലും ആവർത്തിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തപ്പോൾ മാറ്റം വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോകുന്നിടത്തൊക്കെ പറയാണ്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് ഡെയിലി ചെയ്യാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഒരൊറ്റ കാര്യം ഡെയിലി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കറിയാമായിരിക്കാം.
കർത്താവ് ഡെയിലി ചെയ്യാൻ പറഞ്ഞ കാര്യം. നമുക്കറിയാം പല കാര്യങ്ങളുണ്ട്, പക്ഷെ ഒറ്റ കാര്യമാണ് ഡെയിലി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പറയാമോ? കുട്ടികൾക്ക് പറയാമോ? ഡെയിലി ചെയ്യാനായിട്ട്. അതിന്റെ ബൈബിളിൽ ഉപയോഗിച്ച പദം പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഉത്തരം വരുന്നത് എനിക്കറിയാം. ദിനംതോറും ചെയ്യാൻ പറഞ്ഞ കാര്യം. ദിനം തോറും, ഡെയിലി. നമ്മൾ പല്ലേക്കുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക എന്നൊക്കെ പറയണ പോലെ ദിവസവും ചെയ്യാൻ കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അതേതെന്നറിയോ? മനസ്സ് പുതുക്കി രൂപാന്തരം. ഏകദേശം ആശയത്തിലുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ കർത്താവിന്റെ വാക്ക് തന്നെ കടമെടുത്ത് പറയാൻ പറ്റും. വെരി ഗുഡ്. ലൂക്കോസ് 9:23 ഒന്ന് വായിക്കാം. ലൂക്കോസ് 9:23. പിന്നെയാണ് എല്ലാവരോടും പറഞ്ഞത്, എന്നെ നിഷേധിച്ച് നാട്ടോളം തന്നെ കൊണ്ട് എന്നെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇവിടെ നാൾ തോറും, ദിനം തോറും, ഡെയിലി, ഈ ഒറ്റ കാര്യമാണ് ഡെയിലി ചെയ്യാൻ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ബൈബിൾ വായിക്കാനായിട്ട് ഡെയിലി ബൈബിൾ വായിക്കണം എന്നുള്ളൊരു പ്രമാണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കർത്താവ് പറഞ്ഞത് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ടായിരിക്കാം? ഡെയിലി ബൈബിൾ വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവവചനത്താൽ നിറയപ്പെടണം, അതൊക്കെ സത്യമാണ്, വേണ്ടെന്നല്ല. പക്ഷെ കർത്താവ് ഡെയിലി ചെയ്ത് മാത്രമേ പറഞ്ഞുള്ളൂ. കർത്താവ് എന്തുകൊണ്ടായിരിക്കും ഡെയിലി ബൈബിൾ വായിച്ച് ധ്യാനിക്കണം എന്ന് പറയാഞ്ഞത്? നമുക്കറിയാം കർത്താവിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ബൈബിൾ നമ്മളെപ്പോലെ സുലഭമായി പ്രിന്റിംഗ് മെഷീൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. വളരെ സമ്പന്നർക്ക് മാത്രമേ ഇതിന്റെ ചുരുളുകൾ കിട്ടുകയുള്ളൂ. മാത്രമല്ല കർത്താവ് എങ്ങനെയാണ് ഇത് പഠിച്ചത്? എനിക്ക് എപ്പോഴും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലൂക്കോസ് 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? 2-ാം അധ്യായം, ലൂക്കോസ് 2-ാം അധ്യായത്തില് 47-ാമത്തെ വാക്യം വായിക്കാമോ? ലൂക്കോസ് 2:47. ഓക്കെ, ഇപ്പൊ എത്ര വയസ്സുള്ള യേശുവിനെ കുറിച്ച് അവിടെ വായിക്കേണ്ടതെന്ന് അറിയോ? ഓക്കെ, വിജയ് ബ്രദർ പറഞ്ഞു 12 വയസ്സ്. 12 വയസ്സുള്ള 12 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 12 വയസ്സുള്ള യേശുവിനെ കുറിച്ച് പറയണത് അവന്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അപ്പൊ യേശുവിന്റെ കൈകളിൽ ഇങ്ങനത്തെ ബൈബിൾ ഇല്ല. പിന്നെ എങ്ങനെയാ 12 വയസ്സുള്ള യേശു? യേശു എന്നാണ് പറഞ്ഞത് ഞാൻ, മനുഷ്യനായ യേശു. അവനെങ്ങനെയാ ഇങ്ങനെ ഉത്തരങ്ങൾ അവിടെയുള്ള അന്നുണ്ടായിരുന്ന 39 പുസ്തകങ്ങൾ അരച്ച് കലക്കി കുടിച്ച ആ പരീശന്മാരുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ അവർക്ക് വിസ്മയം ജനിപ്പിക്കാൻ സാധിച്ചത്? അന്നത്തെ പണ്ഡിതരായ, അന്നത്തെ PhD തിയോളജിയിൽ ഉള്ളവർക്ക് അതിശയം ജനിപ്പിക്കാൻ, വിസ്മയം എന്നുള്ള വാക്കാണ്. അങ്ങനെ എന്തുകൊണ്ടാണ് യേശുവിന് സാധിച്ചത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാം അവൻ സിനഗോഗുകളിൽ പോകുമ്പോൾ അവിടെ കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കും. കാരണം ഈ 39 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ നിയമം മേടിക്കാനുള്ള സാമ്പത്തിക ശേഷി യേശുവിൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. കാരണം അന്ന് ദരിദ്ര കുടുംബമായിരുന്നു യേശുവിൻ്റേത്. ആശാരിപ്പണിയാണല്ലോ. അപ്പോൾ അന്നത്തെ നസ്രത്തിൽ തന്നെ അന്നത്തെ കൾച്ചർ അനുസരിച്ച് വളരെ ദരിദ്രരായ ആളുകളാണ് കൂടുതൽ പാർക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നാട്ടിൽ, അങ്ങനെയുള്ളൊരു വീട്ടിൽ എങ്ങനെ ഇതുപോലെ നമ്മുടെ കൈകളിൽ ഇരിക്കുന്നത് പോലെയുള്ള തിരുവെഴുത്തുകൾ ലഭിക്കും? തീർച്ചയായിട്ടും യേശുവിന് അത് കിട്ടിയില്ല. പിന്നെ യേശുവിന് എങ്ങനെ ഇവരെ വിസ്മയിപ്പിക്കാൻ സാധിച്ചത്? ഓരോ ആഴ്ചയിലും സിനഗോഗുകളിൽ ചെന്ന് അവിടുത്തെ റബ്ബിമാർ പറയുന്ന വാക്കുകൾ, തിരുവെഴുത്തുകൾ അവൻ ഹൃദിസ്ഥമാക്കും. അത് വീട്ടിൽ ചെന്ന് ആ ഒരു ആഴ്ച, ഞാനത് ഭാവനയിൽ പറയുകയാണ്, ആ ആഴ്ച ഒരു പക്ഷെ അവൻ അത് എക്സസൈസ് ചെയ്യും. അങ്ങനെ 12 വയസ്സായി, ഒരു പക്ഷെ 5 വയസ്സ് തൊട്ട് തുടങ്ങിയെന്ന് വിചാരിക്കുക. 5 വയസ്സ് തൊട്ട് 12 വയസ്സായപ്പോഴേക്കും തിരുവെഴുത്തുകൾ, നാഗൽ സാഹിബിന്റെ ഒരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്, തിരുവെഴുത്തുകൾ ശൈശവം തൊട്ട്, ഭക്തൻ അത് ശരിക്കും ഇത് ഭാഗം ധ്യാനിച്ചിട്ടാണ് എഴുതിയെന്ന് തോന്നുന്നു, ശൈശവം തൊട്ട് യേശുവേ എന്നാണ് നാം പാടാറുള്ളത്. അപ്പോ 5 വയസ്സ് തൊട്ട് റബ്ബിമാർ പറയുന്നത് കേൾക്കുന്നു, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ആശാരിപ്പണി ചെയ്യുമ്പോൾ തന്നെ, അച്ഛനെ സഹായിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ ചിന്തകളാൽ നയിക്കപ്പെട്ട് അവൻ മുന്നോട്ട് പോകുന്നു.
അങ്ങനെ 5 വയസ്സ് കഴിഞ്ഞു, 6 വയസ്സ് കഴിഞ്ഞു, 7 വയസ്സ് കഴിഞ്ഞു, 8 വയസ്സ് കഴിഞ്ഞു, 9 വയസ്സ് കഴിഞ്ഞു, 10, 11, 12-ാം വയസ്സിൽ അവൻ ദൈവാലയത്തിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള റബ്ബിമാരെ, തന്നെ പഠിപ്പിച്ചവരെ അതിശയിപ്പിക്കാൻ അവന് സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് 66 പുസ്തകങ്ങളുള്ളത് വളരെ സുലഭമായിട്ട് പല വേർഷൻസ് അവൈലബിൾ ആണ്. എന്നാൽ യേശുവിൻ്റെ മാതൃക നാം പിന്തുടരുന്നുണ്ടോ? ഈ തിരുവഴുത്തിൽ യേശുവിനുണ്ടായിരുന്ന തഴക്കവും പഴക്കവും നമുക്കുണ്ടോ? യേശു 12-ാം വയസ്സിൽ റബ്ബിമാരെ അതിശയിപ്പിച്ചു. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കർത്താവ് നേരിട്ട് ചെയ്യാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, ദിനംതോറും തൻ്റെ ക്രൂശ്, നമ്മുടെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? വിശദീകരിച്ച് പറയേണ്ട ഒരു വിഷയമാണെങ്കിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് കർത്താവിന് നമ്മുടെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? സിമ്പിളായിട്ട് പറഞ്ഞാൽ, സ്വന്തം ഇഷ്ടത്തിന് മരിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക. ഓരോ ദിവസവും ഇത് ഓർക്കുക, ഞാൻ ക്രൂശിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ വൈഫിനോടുള്ള ബന്ധത്തിലാണെങ്കിലും, സ്കൂളിലാണെങ്കിലും, സഭയിലാണെങ്കിലും നമുക്കറിയാം നമ്മുടെ ഭാഗത്ത് റൈറ്റ് ഉണ്ട്, പക്ഷേ ഞാൻ ക്രൂശിലാണ്. ഒരു പക്ഷെ നമ്മുടെ ജഡപ്രകാരം അവിടെ പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ക്രൂശിലാണ്, സ്വന്തം ഇഷ്ടത്തിന് ഞാൻ മരിക്കുകയാണ്, ലോകത്തോട് നോ പറയുന്നു, സ്വയത്തോട് നോ പറയുന്നു. ഇതാണ് ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എതിരായിട്ട് വരുന്ന എല്ലാറ്റിനോടും നോ പറയുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഞാൻ ക്രൂശിലാണ്. അപ്പോൾ എന്നോട് കയർത്ത് സംസാരിക്കുമ്പോൾ, എന്നെ വളരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഞാൻ ക്രൂശിലാണ്. ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പ്രതികരിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ക്രൂശിൽ, എൻ്റെ കാലുകളൊക്കെ ക്രൂശിൽ ബന്ധിക്കപ്പെട്ടിരിക്കുക എന്ന് സങ്കല്പിക്കുക. അങ്ങനെയുള്ള എന്നെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്താൽ വന്ന് അടിക്കാൻ പറ്റുമോ? എനിക്ക് ചീത്ത പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ക്രൂശ് ഇത് പ്രാക്ടീസ് ചെയ്യാം. അത് ജീവിതത്തിൽ ഒത്തിരി മാറ്റം കൊണ്ടുവരും. എൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു. ഞാൻ ക്രൂശിലാണ്. അപ്പോൾ സ്ഥാനമാനങ്ങൾ ആകർഷിക്കുമ്പോൾ ഞാൻ ക്രൂശിലാണ്. സ്വന്തം ഇഷ്ടത്തിന് മരിക്കണം, ദൈവത്തിൻ്റെ ഇഷ്ടം മതി. നേരത്തെ പറഞ്ഞതുപോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന പ്രക്രിയയാണത്. അപ്പൊ അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ നോക്കൂ, ഭാര്യയും ഭർത്താവും ക്രൂശിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുകയാണെങ്കിലോ, ദിനംതോറും കർത്താവ് അതാ പറഞ്ഞത്. കർത്താവാണല്ലോ ഏറ്റവും നല്ല ടീച്ചർ, ഏറ്റവും നല്ല ഗുരു കർത്താവാണല്ലോ. കർത്താവ് പറഞ്ഞതാണ്, ദിനംതോറും നിന്റെ ക്രൂശ് എടുത്ത് നീ എന്നെ അനുഗമിക്കുക എന്നുള്ളത്. കർത്താവിന്റെ ക്രൂശ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, അത് അവൻ ഒരിക്കൽ എന്നേക്കായിട്ട് എടുത്തു. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കൊരു ക്രൂശ് ഉണ്ട്. എന്താ ക്രൂശ്? അത് ഞാൻ അനുഭവിച്ചതാണ്. എന്താ കർത്താവ് അനുഭവിച്ചത്? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. അത് തന്നെയാ പ്രിൻസിപ്പിൾ. ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന കാലം മുഴുവൻ എൻ്റെ ഇഷ്ടത്തിന് മരിക്കുക, ദൈവ ഇഷ്ടത്തിന് ജീവിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ എത്ര ചേഞ്ചസ് ഉണ്ടാകുമെന്നറിയാമോ? ഡൈവോഴ്സുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ വാസ്തവമായി ഇങ്ങനെയുള്ള കൊച്ചു അടിസ്ഥാന പ്രമാണങ്ങളെ ശരിക്ക് അത് അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ച്, ദൈവവചനത്തിന്റെ കേൾവിയാൽ അത് അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ച് അവർ അത് ദിനംതോറും പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ കുടുംബജീവിതം സ്വർഗതുല്യമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ നമുക്കത് സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്ന്. അപ്പം കർത്താവ് ഡെയിലി ചെയ്യാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, സ്വന്തം ഇഷ്ടത്തിന് മരിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക. പ്രിയമുള്ളവർ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവവചനം വായിക്കും, ഡെയിലി ദൈവം പ്രാർത്ഥിക്കും, കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയും എന്നുള്ളത് ഒരു യാത്ര. അപ്പം ഇതാണ് അതിൻ്റെ ബേസ്. ഇനി ഇതില്ലാതെ നമ്മൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഫലകരമാകില്ല. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ നാളിൽ ലജ്ജിക്കാനിടയായിട്ട് കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. അപ്പോൾ കർത്താവിനോട് അവർ പറയാണ്, ഞാൻ എടുത്ത് വായിക്കുന്നില്ല, ഞാൻ നിന്റെ നാമത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. എത്ര ആത്മാക്കളെ നേടിയെന്നറിയാമോ? എത്ര സഭകൾ സ്ഥാപിച്ചു എന്നറിയാമോ? എത്ര ശുശ്രൂഷകൾ ചെയ്തു എന്നറിയാമോ? ഓക്കെ, പക്ഷെ എനിക്ക് നിന്നെ അറിയില്ല. അങ്ങനെ ഒരു കേൾവി എന്നെ കുറിച്ച് കേൾക്കരുതെന്നൊരു നിർബന്ധം ഈ സത്യത്താൽ പിടിക്കപ്പെട്ടപ്പോൾ എനിക്കുണ്ടായി. പ്രിയമുള്ളവർ, നമ്മുടെ ശുശ്രൂഷകളായാലും നമ്മുടെ പ്രവൃത്തികളായാലും നമ്മുടെ ജീവിതമായാലും കർത്താവ് അറിയുന്നതാകണമെങ്കിൽ ക്രൂശിക്കപ്പെട്ട അനുഭവത്തിൽ ജീവിച്ചുകൊണ്ട് ചെയ്യണം. ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എനിക്ക് സ്വന്തം ഇഷ്ടം ചെയ്യാൻ അവകാശമില്ല. ഇത് പ്രാക്ടീസ് ചെയ്യുക.
അരിശം അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ ഇത് ഓർക്കാൻ പറ്റിയാൽ സക്സസ്. അത് പ്രാക്ടീസ് ചെയ്യണം. നമുക്കറിയാം തിരുവഴുത്തിലെ സത്യങ്ങൾ ഒരു സ്വിച്ച് ഇട്ട പോലെ കത്തൊന്നുമില്ല. അതിന് പ്രായോഗിക വിശുദ്ധീകരണത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കാനുണ്ട്. പക്ഷെ നാം സഹകരിക്കേണ്ടത് ആവശ്യമാണ്. നാം പ്രാക്ടീസ് ചെയ്യണം. നാം ശരിയായി അതിന് വാഞ്ചിക്കണം. ശരിയായ വാഞ്ചിയുണ്ടെങ്കിൽ ദൈവം അതിൻ്റെതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ ശക്തിയും ദൈവം നൽകി നമ്മെ നടക്കുമാറാക്കും. അങ്ങനെയാണ് നാം യെരമ്യാ പ്രവചനത്തിൽ വായിക്കുന്നത്. നമുക്ക് യഥാർത്ഥമായ ആഗ്രഹമുണ്ട്. കർത്താവ് ഇങ്ങനെയൊക്കെയാണ് നിന്റെ വചനത്തിൽ പറയുന്നത്. നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കാതെ ജീവിക്കണം. എപ്പോഴും നീ അടുത്തുണ്ടെന്ന് സെൻസ് ചെയ്ത് ജീവിക്കണം. എന്നും സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് ഞാൻ ക്രൂശിലാണ് കിടക്കുന്നത് എന്നുള്ള ബോധത്തിൽ ജീവിക്കണം. ഇങ്ങനെ ജീവിക്കാനാ പറയണേ. പക്ഷെ എൻ്റെ ലൈഫിൽ അങ്ങനെയൊക്കെ സാധിക്കുന്നില്ലല്ലോ കർത്താവേ. പക്ഷെ നാം അത് ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ നമ്മെ അറിയുന്ന കർത്താവ് നമ്മെ അതിന് ശക്തി നൽകി അങ്ങനെ നടക്കുമാറാക്കും, നമ്മെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. അപ്പം 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്തായിട്ട് 4-മത്തെ ഒരു കാര്യം, അതും ഇതിനോട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. റോമാലേഖനം 6:14 നമുക്കുള്ളൊരു വാഗ്ദത്തമാണ്. പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള വാഗ്ദത്തമല്ല അത്. നമുക്കിഷ്ടമുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അങ്ങനെയൊക്കെയുള്ള എൻ്റെ ബുദ്ധിമുട്ടൊക്കെ ദൈവം തീർത്തു തരും എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ ആവശ്യമാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ. എന്നാൽ ചില വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു വാഗ്ദത്തമാണ് ഇത്. റോമർ 6:14 ഒന്ന് വായിക്കാമോ? നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ കൃപയുടെ കീഴിലാണ്. കൃപയുടെ കീഴിലാണെങ്കിൽ പറയുകയാണ് പാപം നിങ്ങളിൽ ഭരണം നടത്തുകയില്ല. കർത്തൃത്വം നടത്തുകയില്ല എന്ന് വെച്ചാൽ ഭരണം നടത്തുകയില്ല. അപ്പൊ പാപം റൂൾ ചെയ്യുന്ന ജീവിതമാണെങ്കിൽ, ഉദാഹരണം കോപം എന്ന പാപമാണ്, അല്ലെങ്കിൽ ലൈംഗികത, അല്ലെങ്കിൽ ധനമോഹം, ഇങ്ങനെയൊക്കെയുള്ള പാപങ്ങൾ നമ്മളെ റൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭരണം നടത്തുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താ? ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം കൃപയ്ക്ക് കീഴിലല്ല. വാക്തത്വം വളരെ വ്യക്തമാണ്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ. കൃപയുടെ കീഴിലായാൽ പാപം നിങ്ങളെ റൂൾ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ പാപം റൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? നാം കൃപയ്ക്ക് കീഴിലല്ല. ഈ വാക്യം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ പത്രോസിന്റെ ലേഖനം ഞങ്ങളുടെ സഭയിലെ ക്ലാസ് എടുത്തപ്പോൾ അതിൽ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, 1 പത്രോസ് 5:5 അവിടെ നാം ഇതിന്റെ സൊല്യൂഷൻ കാണുന്നുണ്ട്. കൃപയ്ക്ക് കീഴിലായിരിക്കാനായിട്ടുള്ള ഒരു മാനദണ്ഡം അപ്പോസ്തലനായ പത്രോസ് നമ്മോട് പറയുന്നുണ്ട്. നമുക്ക് അറിവുള്ള മനോഹരമായൊരു വാക്യമാണെങ്കിലും നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 5:5. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളി. ദൈവം നിങ്ങളോട് എതിർത്തിട്ടും താഴ്മയുള്ളവർക്കോ കൃപ നൽകി. ഓക്കെ, അപ്പൊ കൃപയിൽ കീഴിലായിരിക്കാനായിട്ട് ഒറ്റ സൊല്യൂഷൻ വളരെ വ്യക്തമായിട്ട് സദൃശ്യത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട് കേട്ടോ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് താഴ്മയുള്ളവരാകണം എന്നുള്ളതാണ്. അപ്പൊ നാം കൃപയ്ക്ക് കീഴിലാണെങ്കിൽ പാപം നമ്മളെ കൺട്രോൾ ചെയ്യില്ല. പാപം കൺട്രോൾ ചെയ്യുന്ന ജീവിതമാണോ? പാപം കൺട്രോൾ ചെയ്യുന്ന ജീവിതമാണെങ്കിൽ നാം കൃപയ്ക്ക് കീഴിലല്ല. രക്ഷ നഷ്ടപ്പെടുമെന്നല്ല പറയണേ കേട്ടോ. നാം കൃപയ്ക്ക് കീഴിലല്ല എന്നുള്ളതാണ്. അപ്പൊ കൃപയ്ക്ക് കീഴിലാവണമെങ്കിൽ നമ്മിൽ വേണ്ട ഒരു ഗുണം ഇവിടെ പറയുന്നത് താഴ്മയുള്ളവരാകണം. എന്താ താഴ്മ എന്ന് വെച്ചാൽ? താഴ്മ എന്ന് വെച്ചാൽ സ്വന്തം വിവേകം എന്നോട് പറയുന്നത് ചെയ്യാതെ ദൈവം പറയുന്നത് ചെയ്യാൻ മനസ്സ് വയ്ക്കുക. മാത്യു ഹെൻറി എന്ന് പറയുന്ന കർത്തൃദാസന്റെ കമന്ററിയിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണത്. അതായത് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, സ്വന്തം വിവേകം എന്നോട് പറയുന്നത് ചെയ്യാതെ. താഴ്മയ്ക്ക് ഒരുപാട് നിർവചനങ്ങൾ നമുക്ക് ലഭ്യമാണ്. എന്നാൽ ഈ ഡെഫിനിഷൻ എന്നെ അട്രാക്ട് ചെയ്തു. അതിതാണ്, സ്വന്തം വിവേകം എന്നോട് പറയുന്നത് ചെയ്യാതെ ദൈവം പറയുന്നത് ചെയ്യാൻ മനസ്സ് വയ്ക്കുന്നതാണ് താഴ്മ. ഇങ്ങനെ താഴ്മയുണ്ടെങ്കിൽ ദൈവം കൃപ, അങ്ങനെയാണ് നമ്മളിവിടെ വായിച്ചത്, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അപ്പോൾ കൃപ നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ പാപം കൺട്രോൾ ചെയ്യാത്ത ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും ചെളികൾ വന്നു പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് കൃപ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കൃപ ലഭിക്കുന്നില്ലെങ്കിൽ എന്താ തിരുവെഴുത്ത് പറയുന്നത്? നമ്മിൽ നിഗളമുണ്ടെന്നുള്ളതാണ്, നമ്മിൽ താഴ്മയില്ല എന്നുള്ളതാണ്.
അതിലെന്നെ ഭയപ്പെടുത്തിയൊരു കാര്യം എന്താണെന്നറിയാമോ? പത്രോസ് 5:5 നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു. അത് ഞാനൊന്ന് മനസ്സിൽ കണ്ടപ്പോൾ നമുക്കറിയാം, ദൈവം ഒരു ഭാഗത്ത് ഒരു മത്സരത്തിന്റെ ചിത്രമല്ലേ അത് കൊണ്ടുവരുന്നത്. ദൈവം ഒരു ഭാഗത്ത്, നിഗളിയായ ഞാനൊരു ഭാഗത്ത്. ഈ ദൈവം എന്നോട് എതിർക്കുകയാണ്. അതെത്ര ഭയാനകമാണ്. നമുക്കറിയാം, ഇപ്പൊ ബിജു ബ്രദർ എന്നെ എതിർക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് ഓക്കെ ബിജു ബ്രദറാണ് ശരി. അതേ സമയത്ത് ഒരു 10-15 ആൾക്കാർ വരുമ്പോൾ ഞാൻ ഭയക്കും. എന്നാൽ സർവശക്തനായ ദൈവം തന്നെ എൻ്റെ എതിരായിട്ട് നിൽക്കുകയാണ്. എന്നിൽ നിഗളമുണ്ടെങ്കിൽ അത് എന്നെ ഭയപ്പെടുത്തിയ ഒരു ചിന്തയാണ്. അപ്പൊ പ്രിയമുള്ളവര്, യഥാർത്ഥമായ താഴ്മ നമ്മിലുണ്ടെങ്കിൽ നമുക്ക് കൃപ ലഭിക്കും. പാപം കൺട്രോൾ ചെയ്യാത്ത ജീവിതം, പാപം ചെയ്തില്ല എന്നുള്ളതല്ല കേട്ടോ, പാപത്തിൽ തുടരാത്ത ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം എടുക്കാം. ഇന്ന് നാം ജീവിതത്തെ പരിശോധിക്കുമ്പോൾ, ഓരോ ദിവസവും പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇന്നും എനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, സത്യമാണത്. അപ്പോൾ ദൈവം എന്നോട് ക്ഷമിക്കണം, ഇന്ന വിഷയത്തിൽ വീഴ്ച പറ്റി എന്ന് പറഞ്ഞ് നിരപ്പ് പ്രാപിക്കും. അങ്ങനെ ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുവാനായിട്ട് ഇടയായിട്ട്. അതിനൊരു എഴുത്തുകാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കാലിൽ കൊള്ളുന്ന മുള്ളിനോടാണ് ആളത് ഉപമിച്ചിരിക്കുന്നത്. നമ്മുടെ കാലിന്റെ അടിയിൽ ഒരു മുള്ളു കുത്തി കയറി എന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യുക? മുള്ളു കുത്തി കയറിയല്ലേ, ഓക്കെ, എത്ര അളവുണ്ട്, എത്ര ആളുണ്ട്, ശരി, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നാം സഞ്ചരിക്കുമോ? ഇല്ല. മുള്ളു കുത്തി കയറി എന്താ ചെയ്യാ? നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അതിന് 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി എന്ന് വിചാരിക്കുമോ? അങ്ങനെയാണോ? എത്രയും വേഗം എടുത്തു മാറ്റാമോ അത്രയും വേഗം നമ്മളത് ചെയ്യും. അതിനോടാണ് അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത്. അതായത് തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ മനസ്സിലായി കഴിഞ്ഞാൽ അത് മുള്ളു കുത്തി കയറിയ പോലെയാണ്. അതിനെ എത്രയും വേഗം കളയുക എന്നുള്ളതാണ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. താഴ്മയുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ. അപ്പോഴാണ് ദൈവം നമുക്ക് കൃപ തരിക. അപ്പോൾ പാപത്തിൽ തുടരാത്ത ജീവിതം നയിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും എന്നുള്ളതാണ്. ഒരു എഴുത്തുകാരന്റെ കോട്ട് ഇങ്ങനെയാണ്: താഴ്മയുള്ളവരാകാൻ താഴ്മയുള്ളവന്റെ കൂടെ നടന്നാൽ മതി. ലോകം കണ്ട് ഏറ്റവും താഴ്മയുള്ള വ്യക്തി ആരാ? നമുക്കറിയാം, നമ്മുടെ കർത്താവാണ്. ആ കർത്താവിന്റെ കൂടെ ദിനംതോറും ഞാനും നിങ്ങൾ നടന്നാൽ ഓട്ടോമാറ്റിക്കലി അവന്റെ ഗുണം നമുക്ക് വരും. അപ്പൊ താഴ്മയുള്ളവരാകാൻ താഴ്മയുള്ളവന്റെ കൂടെ നടന്നാൽ മതി എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 1:7 ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു ചിന്തയാണ്. 1 യോഹന്നാൻ 1:7 ഓക്കെ. ഇവിടെ ദൈവജനത്തോടാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്. ഇവിടെ പറയുന്നത് വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറയുന്നത്, വെളിച്ചത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഫുള്ളി ഇരുട്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് നമ്മെ തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇരുട്ടായാൽ സാധിക്കും. വെളിച്ചം വരുമ്പോഴോ നമ്മെ കാണാൻ സാധിക്കും. അപ്പം 5ാമതായിട്ട് ഞാൻ പറയുന്നത് യഥാർത്ഥമായി വെളിച്ചത്തിൽ നടക്കുക എന്ന് വെച്ചാൽ സത്യസന്ധരാക്കുക എന്നുള്ളതാണ്. നമുക്കൊക്കെ കുറവുകളും തെറ്റുകളും ഒക്കെ ഡെയിലി പറ്റും. പക്ഷെ അത് കെടുക്കാൻ പോകുന്നതിന് മുൻപെങ്കിലും, അല്ല, നമുക്ക് എപ്പോഴൊക്കെയാണോ ഫ്രീ ടൈം കിട്ടുന്നത് അപ്പോഴെങ്കിലും ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. ദൈവമേ, ഇന്നെൻ്റെ ചിന്താമണ്ഡലം ഇന്നലത്തേക്കാൾ വിജയിച്ചു, പക്ഷെ ചില ഏരിയയിൽ പോയി ദൈവം ഇന്ന ഭാഗത്ത് പോയിട്ടോ എന്നോട് സമ്മതിക്കുക. തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായാൽ അതങ്ങനെ തന്നെ സമ്മതിക്കുക. അതാണ് സത്യസന്ധത. ഞാൻ സ്കൂളിൽ ഓപ്പണിംഗ് ക്ലാസ്സിൽ ഞാൻ പോകുന്ന എല്ലാ ക്ലാസ്സിലും കുട്ടികളോട് പറയുന്നതാണ്, നിങ്ങൾ കുട്ടികളാണ്, കുറുമ്പൊക്കെ കാണിക്കും, പക്ഷേ നിങ്ങൾ സത്യസന്ധരായിരിക്കണം. അതാണ് ഞാൻ സത്യസന്ധരായാൽ ശിക്ഷയിൽ നിന്ന് ഇളവാണ്. സത്യം പറയണം. എത്ര വലിയ കഠിന ശിക്ഷയാണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ റിലീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം ഒരു 90% ഞാൻ വിജയിച്ചു. ആദ്യത്തെ കുറച്ച് നാൾ ഇത് പ്രാക്ടീസ് ചെയ്ത് ഇയാൾ കുഴപ്പക്കാരനല്ല, ഈ സത്യം പറഞ്ഞാൽ വെറുതെ വിടുന്ന് പറയുന്നത് വെറും വാക്കല്ല എന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള പീരീഡ് മാത്രമേ സ്ട്രഗിളുള്ളൂ. അത് കഴിഞ്ഞാൽ സക്സസ് ആയി. ആ വർഷം ഈസി ആയിട്ട് പോകുന്നത്. ചില വർഷങ്ങളായിട്ട് അത് സക്സസ് ആണ് ആ ട്രിക്ക്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഡെയിലി ചെയ്യണം. ഓരോ ദിവസവും കെടുക്കാൻ പോകുന്നതിന് മുൻപ് അന്ന് ചിന്താമണ്ഡലത്തിൽ നമ്മുടെ പ്രവൃത്തികളിൽ ഒക്കെ വന്നു പോയിട്ടുള്ള പിഴവുകൾ ശരിക്കും പരിശോധിച്ച് അത് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സമ്മതിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ ജീവിതം വളരെ പ്രയോജനമുള്ളതായിട്ട് തീരും
എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ 5 കാര്യമാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം ദൈവത്തെ ഭയപ്പെടണം. എന്താ ദൈവത്തെ ഭയം എന്ന് വെച്ചാല്, കർത്താവിന്റെ ഹൃദയത്തെ കർത്താവ് എന്നെ കാണുന്നുണ്ട്, ഞാൻ എവിടെയായാലും എന്നെ കാണുന്നുണ്ട്, അവന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു എനിക്ക് വേണ്ട. ഈ നിർബന്ധം ഡെയിലി നമ്മൾ ഭരിക്കണം. രണ്ടാമത് പറഞ്ഞത് ഓർക്കുണ്ടോ? കുഴപ്പമില്ല. രണ്ടാമത് പറഞ്ഞത് ദൈവ സാന്നിധ്യം സെൻസ് ചെയ്യണം. പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കേൾക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ അപ്പുറത്ത് ഒരാൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കേൾക്കണില്ലെങ്കിലോ നമ്മൾ വെറുതെ പറഞ്ഞാൽ ആകെ ഒരു അസ്വസ്ഥതയായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ കർത്താവ് അടുത്തുണ്ട്, അവൻ കേൾക്കുന്നുണ്ട്, സെൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ജീവിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യും. മൂന്നാമത് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? മൂന്നാമത് പറഞ്ഞത് ഡെയിലി ചെയ്യാൻ കർത്താവ് പറഞ്ഞ കാര്യം, സ്വന്തം ഇഷ്ടത്തിന് മരിക്കുക. ഞാൻ ക്രൂഷ്യലാണെന്ന് ഓർക്കുക. പ്രശ്നങ്ങളും സ്ട്രഗിളുകളും വരുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ആദ്യമൊക്കെ മറക്കും, സാരമില്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ ക്രൂഷ്യലാണ്, പിന്നെ എനിക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റുവാനോ. ജീവിതത്തിൽ വളരെ വളരെ മാറ്റങ്ങൾ ഉണ്ടാകും. നാലാമത് പറഞ്ഞത് താഴ്മയുള്ളവൻ്റെ കൂടെ നടക്കാം, താഴ്മയുള്ളവരായിരിക്കുക. അപ്പോൾ കൃപ ലഭിക്കും. അപ്പോൾ പാപം കൺട്രോൾ ചെയ്യാത്ത ജീവിതം നയിക്കാൻ സാധിക്കും. അഞ്ചാമത് പറഞ്ഞത് വെളിച്ചത്തിൽ നടക്കുക എന്ന് വെച്ചാൽ സത്യസന്ധരാകുക. തെറ്റുപറ്റി കഴിഞ്ഞാൽ കർത്താവേ ഇന്ന മേഖലയിൽ തെറ്റുപറ്റി, ക്ഷമിക്കണേ, നീ സഹായിക്കണേ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു കാര്യം കൂടെ, 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അത് വിശദീകരണമില്ല, ഞാനത് അധികമായിട്ടില്ല. 6ാമത്തെ പോയിന്റ് 2 വർഷമായി. 7ാമത്തെ ആശയം ഈ അടുത്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത്. എന്നാൽ 6ാമത്തെ ആശയം എന്ന് പറയുന്നത് യോഹന്നാൻ 17:23. യോഹന്നാൻ 17:23. യോഹന്നാൻ 17:23. യോഹന്നാൻ 17:23. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടത് തന്നെ. ഓക്കെ, ഇവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ദൈവവചനം ധ്യാനിച്ചപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തത്. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു. ഇവിടെ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും. എന്നെ ആരാന്നറിയോ? ഇവിടെ പറയുന്ന എന്നെ ആരാ? യേശു. വെരി ഗുഡ്, യേശു കർത്താവ്. അപ്പോൾ പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അങ്ങനെ തന്നെ അവരെയും. അവർ എന്ന് പറയുന്നത് ആരാ? നമ്മളാണ്. അപ്പൊ ദൈവം നമ്മെ പുത്രനെ പോലെ തന്നെ സ്നേഹിക്കുന്നു. അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അതായത് നമുക്ക് സ്നേഹമുള്ള ഒരു പിതാവുണ്ട്. ഇത് കുറെ ആകുല ചിന്തകൾ അതിജീവിക്കാൻ എന്നെ സഹായിച്ചു. എനിക്കൊരു പിതാവുണ്ട്. ആ പിതാവിനെ കുറിച്ച് ഒരുപാട് പാഠങ്ങൾ നമുക്ക് മത്തായി 5, 6, 7 അധ്യായങ്ങൾ പഠിക്കാൻ സാധിക്കും. അതിലൊരു സത്യം ഇതാണ്, അവൻ പരമാധികാരിയാണ്. അവൻ അറിയാതെയും അനുവദിക്കാതെയും ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അവൻ സകലത്തിനും മതിയായവനാണ്. അങ്ങനെയുള്ളൊരു പിതാവ് എനിക്കുണ്ടെന്നുള്ളൊരു ചിന്ത ആകുല ചിന്തകളെ അതിജീവിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഡെയിലി ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, പിതാവായൊരു ദൈവം പുത്രനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അങ്ങനെ തന്നെ എന്നെയും സ്നേഹിക്കുന്നു. അവൻ പരമാധികാരിയാണ്. അവൻ അറിയാതെ അനുവദിക്കാതെയും ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഇത് ദിനംതോറും വിശ്വാസമായിട്ട് പരിണമിക്കണം. അത് ടേസ്റ്റ് ചെയ്യണം, അനുഭവിക്കണം. അല്ലെങ്കിൽ ഇത് കേവലം ഒരു തിയറി ആയിട്ടിരുന്നാൽ അതിൻ്റെ പ്രയോജനം നമുക്ക് ലഭിക്കുകയില്ല. ഒടുവിലായിട്ട് എഫേസ്യ ലേഖനം 4:27. എഫേസ്യർ 4:27. യെസ്, പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സഭാജീവിതത്തിൽ പിശാചിന് ഇടം. അതായത് എന്താ ഇടം കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ നമ്മളായിട്ട് തുറന്നു കൊടുക്കരുത്. നമ്മൾ തുറന്നു കൊടുക്കാതെ പിശാച് അവിടെ ഇടമെടുക്കില്ല. അതിനുള്ള കഴിവ് അവനില്ല, കാരണം അവൻ കാൽവറിയിൽ പരാജയപ്പെട്ടവനാണ്. എന്നാൽ നാം അത് തുറന്നു കൊടുക്കുമ്പോഴാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ ഇടമെടുക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ചർച്ചിലൊക്കെ പല സങ്കടകരമായ കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാനതൊന്ന് അവരുടെ ലൈഫ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിനുള്ള അധികാരം നമുക്കില്ല. പക്ഷേ ഭയപ്പാടാണ്. കാരണം 3 മക്കൾ വളർന്നു വരുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. അപ്പോൾ വളർന്നു വരുന്നു. അപ്പോൾ ഇവരെങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം? ദൈവമേ, അവര് മാതൃകയുള്ള കുടുംബങ്ങളാണ്. അവിടെയാണ് ഓരോ പാളിച്ചകൾ കാണുന്നത്. അപ്പോൾ ഭയപ്പെടുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ശരിയാണ്, ഒരു പക്ഷേ
ഞാൻ നോക്കുമ്പോൾ അവർ ഫുട്ബോൾ കളിക്ക് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അവർ ആദ്യം അവരുടെ വീട്ടിൽ ടി വിയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഫുട്ബോൾ കളിയിൽ ഇൻട്രസ്റ്റ് ആയപ്പോൾ ആ കാര്യങ്ങളിലേക്ക് മെല്ലെ മെല്ലെ പോയി. അങ്ങനെ അത് കൂട്ടുകാരിലേക്ക് വന്നു. അത് പിന്നെ ഗാങ് ആയിട്ട് മാറി, ഭയങ്കര ഫാൻസായി മാറി. പിന്നീട് അത് പല പല അപകടങ്ങളിലേക്കും അവസാനം വലിയ തകർച്ചയിലേക്കും കടന്നു വരാനിടയായിട്ട് തീർന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? വ്യക്തി ജീവിതത്തിന്റെ വാതിൽ പിശാചിന് തുറന്നു കൊടുത്തു, ചെറിയൊരു ഇടം കൊടുത്തു. കൽപ്പന വളരെ വ്യക്തമാണ്, അനുദിന ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. അവൻ ഇടമെടുക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ നമ്മുടെ അനുവാദമില്ലാതെ അവന് സാധിക്കില്ല. നാം ഇടം കൊടുത്താൽ നമ്മുടെ വീക്ക് പോയിന്റ് ഒക്കെ അവന് നല്ലവണ്ണം അറിയാം. അവിടെ നാം നേരത്തെ പറഞ്ഞ സത്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ ഇടമെടുക്കും. നമ്മുടെ കുടുംബത്തിൽ ഇടമെടുക്കും, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇടമെടുക്കും, സഭാ ജീവിതത്തിൽ എടുക്കും. പിന്നെ ആകെ കുട്ടിച്ചോറാക്കും. പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ദൈവം കരുണ കാണിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പറഞ്ഞ സത്യങ്ങൾ ഞാനിവിടെ നിർത്തുന്നു. ഈ പറഞ്ഞ സത്യങ്ങൾ നാം ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ 100% ഗ്യാരണ്ടിയാണ് നമ്മുടെ ആന്തരിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കുടുംബ ജീവിതത്തിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. തൊഴിലിടങ്ങൾ മനോഹരമായ ഇടങ്ങളായിട്ട് മാറും. സഭാ ജീവിതം പ്രയോജനപ്രദമായിട്ട് തീരും. സമൂഹത്തിലും അതുപോലെ നമുക്കറിയാം, റോഡിലൊക്കെ പോകുമ്പോൾ ഒന്ന് ഓവർടേക്ക് ചെയ്യുന്ന ഒരു കേസിലാണ് ഈ അടുത്തൊരു കൊലപാതകം നടന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ നമുക്കറിയാം, നിസ്സാര കാര്യങ്ങളിൽ ഒരു കോപിഷ്ഠരായിട്ട് ജീവന് വില കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ക്രൂശിക്കപ്പെട്ട അനുഭവത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രമാണങ്ങൾ ബേസിക്കായി അടിസ്ഥാനപരമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് നാം സൂക്ഷ്മതയോടെ ചെയ്താൽ നമ്മുടെ ജീവിതം വളരെയധികം പ്രയോജനകരമായി തീരും. കർത്താവിൻ്റെ നാളിൽ കർത്താവ് നമ്മെ അറിയും എന്നുള്ളതിന് യാതൊരു സംശയം. അല്ലെങ്കിൽ ഇവൻ ആരാണ്, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയാൻ ഇടവരും. അങ്ങനെ വരാതിരിക്കാൻ ഈ വചനങ്ങൾ മുറുകെ പിടിക്കാൻ പറഞ്ഞതിൻ്റെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകിയതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.